ഇന്ന് മെയ് 13 ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെ തിരുനാളായി ആഘോഷിക്കുന്നു. 1917 മെയ് 13 3 ഇടയ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടു. 3 രഹസ്യങ്ങൾ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഒന്നാമതായിട്ട് ഇവർക്ക് കാണിച്ചു കൊടുത്തത് നിത്യ നരകമാണ്. ഈ 3 കുട്ടികൾ നോക്കുമ്പോഴത്തേക്ക് നരകത്തിലേക്ക് കോടാനുകോടി ആത്മാക്കൾ ഇങ്ങനെ പതിക്കുന്നതാണ് അവർ കാണുന്നത്. അന്നത്തെ കാലഘട്ടം ഓർക്കണം, 1917. ഇന്നത്തെ പോലെ ടെലിവിഷനോ മൊബൈലോ ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. ഇന്നുണ്ടായിരുന്ന ഒരുപാട് തിന്മകൾ അന്നില്ല. എന്നിട്ടും കോടാനുകോടി ആത്മാക്കൾ നിത്യ നരകത്തിൽ പതിച്ചിട്ടുണ്ടോ എങ്കിൽ ഈ കാലഘട്ടത്തിൽ പാപം നമ്മുടെ വിരൽ തുമ്പിലാണ്. അപ്പോൾ എത്രത്തോളം ആത്മാക്കളാ നിത്യ നരകത്തിൽ പതിക്കാൻ സാധ്യതയുള്ളത്. അതിൽ രണ്ടാമത്തെ രഹസ്യം രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചായിരുന്നു. മൂന്നാമത്തെ രഹസ്യം ജോൺ പോൾ രണ്ടാമൻ പാപ്പയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇത് വർഷം 2000 സഭ ഈ മൂന്നാമത്തെ രഹസ്യം ലോകത്തിന് വെളിപ്പെടുത്തിയത്. ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് ഫാത്തിമ മാതാവ് എന്ന് വിളിക്കുന്നു. പോർച്ചുഗലിലെ ഫാത്തിമയിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്, അതുകൊണ്ട് ഫാത്തിമ മാതാവ് എന്ന് വിശ്വാസികൾ വിളിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരും കൂടി ചേർത്ത് മാതാവിനെ വിശ്വാസികൾ വിളിക്കുന്നു. നമുക്കറിയാം, കൃപാസനത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഉണ്ടായി. അപ്പോൾ വിശ്വാസ സമൂഹം വിളിക്കുന്നത് കൃപാസനം മാതാവേ എന്നാണ്. വേളാങ്കണ്ണിയിലെ പ്രത്യക്ഷീകരണത്തെ തുടർന്ന് മാതാവിനെ വേളാങ്കണ്ണി മാതാവ് എന്ന് നാമകരണം ചെയ്ത് വിളിക്കുന്നു. മാതാവിൻ്റെ ഓരോ പ്രത്യക്ഷീകരണത്തിനും ലോകത്തോട് പറയുന്ന പൊതുവായ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപമാലയിൽ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ് മാതാവ് പറയുന്നത്. ലോകത്തിന് വേണ്ടി നിരന്തരം ജപമാലകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കാനാണ് മാതാവ് ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തേത് മാനസാന്തരമാണ്. പാപങ്ങൾ ഉപേക്ഷിച്ച് യേശുവിലേക്ക് തിരിച്ചു വരിക, മാനസാന്തരപ്പെടുക എന്നാണ് മാതാവ് പറയുന്നത്. അടുത്ത മൂന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായശ്ചിത്തം ചെയ്യാനാണ്. പാപികൾക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കണമെന്നാണ് മാതാവ് പറയുന്നത്. നാലാമത്തെ, ലോകത്തെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് മാതാവ് പറയാറുണ്ട്. അപ്പം മാതാവിൻ്റെ ഓരോ പ്രത്യക്ഷീകരണത്തിൻ്റെയും പിന്നിലുള്ള ലക്ഷ്യം ഇതാണ്. അപ്പോൾ ഇന്ന് ഫാത്തിമയിലെ പ്രത്യക്ഷീകരണത്തിൻ്റെ 109 വാർഷികം ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നമുക്ക് ലോകം മുഴുവനെയും മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ എല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ സൂക്ഷിച്ച് പൊതിഞ്ഞുകൊണ്ട് സംരക്ഷിക്കുമാറാകട്ടെ.